ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സഗാഡയിലെ ബൊമോൺ ഓക്ക് ഫാൾസ് ആണ് കേട്ടോ. ഒരു വാട്ടർഫോൾസ് ആണ്. സഗാഡയിലെ മൗണ്ടെയിൻ പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വാട്ടർഫോൾസ് ആണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്നതെല്ലാം നമ്മുടെ മഴത്തുള്ളികൾ വീഴും പോലെയാണ് എന്ത് ചെയ്യുന്നത്, മഴ പെയ്യുമ്പം വരുന്ന മഴത്തുള്ളികൾ പോലെയാണ് ആ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഒരു താഴ്വരയുടെ കീഴിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ എന്ത് ചെയ്യണം, നടന്നു തന്നെ പോകണം. ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് അവിടെ പോകുന്നതിന് എൻട്രൻസ് ഫീ ഒക്കെ എടുക്കണം, രജിസ്ട്രേഷനൊക്കെ കൊടുക്കണം കേട്ടോ. ഇതാ ഞങ്ങളോട് എല്ലാവരും ഇതാ സ്റ്റിക്കൊക്കെ എടുത്തു. സത്യം പറഞ്ഞ എത്ര ഓക്കെ. By the way, good afternoon. By the way, I am Josie. Nanay Josie po. Okay? Ang pupuntahan po natin ay Bumuto. Ito po ay 2 kilometers away from here. Okay. Bali, this is, do you know 2 kilometers away from here? Downhill po. Downhill. Downhill, yeah, okay. So, asahan na akyat tayo mamaya. Okay. So, ang kailangan po natin ay tubig. Meron? Tubig, do we have water? Yeah, we have. Okay, so we proceed or gusto ninyong mag-shuttle papunta doon sa may malapit? Pagkatapos ay... How far from here at? Okay. Kaya kayo, nag-marble hiras kami. ഓക്കെ, We've been to the cave. അങ്ങനെ ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ 3 മണി മുതൽ തുടങ്ങിയത്. വാട്ടർഫാൾസ് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇത്ര നടക്കണമെന്നുള്ളൊരു കാര്യം വിചാരിച്ചില്ല കേട്ടോ. ഇപ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. ചെറിയൊരു ഇടവഴികൾ വഴിയൊക്കെ നമുക്ക് പോകാനുള്ളത്. ഇപ്പോൾ വാട്ടർഫാൾസിൻ്റെ ഇതായതുകൊണ്ട് നമ്മുടെ കൂടെ 13 പേരുണ്ടായിരുന്നു. അതിൽ 5 പേര് വന്നില്ലായിരുന്നു കേട്ടോ. ബാക്കി ഇത്രയും പേര് മാത്രമേ ഉള്ളൂ നമ്മളോട്. അവര് അറിഞ്ഞു കാണും നേരത്തെ ഇത്രയും ദൂരം നടക്കാനുണ്ടെന്നുള്ളത്. ഇത് ഫുള്ള് ഡൗൺ ഹില്ലാണ് അതൊക്കെ. Now it's downhill. When we come back, it's uphill. ഇവിടെ ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതോ ഒരു പറമ്പിന്റെ അകത്തൂടിയൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോ ആ കാണുന്ന കുറെ വീടുകളൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതും കഴിഞ്ഞ് പോണമെന്നാ പറയുന്നത്. ഇത്ര ഏരിയ ഉണ്ട് കേട്ടോ നടന്നു പോവാൻ. ഇതിപ്പോൾ നമ്മളിപ്പം പോണ വഴിക്ക് അവിടെ കോഫി ഉണ്ട് കേട്ടോ. അറബിക്ക കോഫി കണ്ടോ. അറബിക്ക കോഫി. The cherry. Sorry. One. ദ കോഫി. JCB കിടക്കുന്നുണ്ടോ? JCB പോകുന്ന വഴിക്ക്. അയ്യോ, ഇതാ വീണ്ടും ഒരു ചെറിയ തടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടന്നു പോകാൻ വേണ്ടി ചർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു സൈഡ് ഫുള്ള് പാറയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പാറയും മറ്റു സൈഡ് നല്ല കൊക്കയുമാണ് ഉണ്ടോ. ഫുള്ള് ഓക്കെ. അപ്പുറത്തെ സൈഡ് ഫുള്ള് മലനിരകളാണ്. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിൽ എവിടെയാണ് വാട്ടർഫാൾസ് ഉള്ളത്. സിമെൻ്റ് ഇട്ട ഒരു വഴിയാണ് കേട്ടോ. ഇത് വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് ചെറിയ ഒരു 1/2 മീറ്റർ വീതിക്ക് ഉള്ള ഒരു സിമെൻ്റ് ഇട്ട ഒരു വഴിയാണ്. സ്റ്റെപ്പൊക്കെ ഈ സൈഡിൽ നമുക്ക് പിടിച്ചിറങ്ങാൻ വേണ്ടിയൊക്കെ അവർ സ്റ്റീൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. They have shuttle there. ഞങ്ങൾ ഇത്ര സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല റെയിനാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട് ഇവിടെ റെസ്റ്റ് ഏരിയ. ഞങ്ങൾ ഇവിടെ കയറി നിൽക്കുക. ഇപ്പോൾ ഉണ്ടോ അങ്ങ് മലയുടെ മുകളിലൊക്കെ നല്ല മഞ്ഞ് വെള്ളം നിൽക്കുക. മലയുടെ മുകളിൽ മൽബറിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഉണ്ടോ മൽബറി. എന്തായാലും നമ്മൾ പിന്നെ ഇവിടെ പോയാൽ എന്ത് കണ്ടാലും അത് പറിച്ചെടുക്കുമല്ലോ. അത് കുറേ പറിച്ച് കേട്ടോ. കഴിച്ച് പോകാൻ ഏകദേശം 2 കിലോമീറ്റർ നടക്കാനുള്ളതല്ലേ. എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മൽബറിയൊക്കെ പറിച്ച് കഴിച്ച് പോവുകയാണ് കേട്ടോ. ഞങ്ങളുണ്ടോ നടന്നത് നമ്മൾ മേളിൽ നിന്ന് കണ്ട ഒരു കുടിലൊക്കെ കണ്ടില്ലേ, അതിൻ്റെ അടുത്തെത്തി. ഇത് ഓരോ വീടാണ് കേട്ടോ. വീടിൻ്റെ അടുത്തോട്ടുള്ള വഴികളാണ് ഇത് മൊത്തം. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഇത്രയും പേർക്ക് 350 പെസോ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ വാനിൽ കൊണ്ട് തിരിച്ച് റൂമിൽ വിടും. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്ഥലം നമ്മൾ തിരിച്ച് കയറണം. നല്ല മഴയാണ്, റെയിൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുന്ന് താഴെ
താഴേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലിഫ്റ്റാണ് കേട്ടോ അവർ. കണ്ടോ, ഇത്രയും കയറ്റമൊക്കെ കയറി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നതാണ് ഈ ലിഫ്റ്റാണ്. കണ്ടോ, സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ഷെഡ് കണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ അരിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലമാണ്. കേട്ടോ, ചെറിയ ഡോറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അവരുടെ നമ്മുടെ അരിപ്പത്തായം എന്ന് പറയും ഒക്കെ ഉണ്ടോ. ഇത് ഈ ഷീറ്റിനകത്താണ് ആ സംഭവമുള്ളത്, നമുക്ക് കയറാൻ പറ്റത്തില്ല. ഉണ്ടോ, അപ്പോൾ അവർ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇതിനകത്താണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇതാണ് ഇവിടെ അരിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്, അരിപ്പത്തായം. ഇത് കയറാൻ പറ്റത്തില്ല. മൂന്നാല് സ്ഥലത്ത് ഇതേപോലെ അടുപ്പിച്ച് നെൽപ്പത്തായം വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച്. അവിടെ നിന്ന് കുറേ സ്റ്റെപ്പൊക്കെ താഴെ ഇറങ്ങി വന്നു. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ടോ. ടീംസ് എല്ലാം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. ഉണ്ടോ, നല്ല മഴയുണ്ടോ, തോർത്തൊക്കെ തലയിലിട്ടിരിക്കുന്നത്. കൃഷിക്ക് വേണ്ടിയുള്ളതായിരിക്കും. പൈപ്പുകൾ ഇട്ടിരിക്കുന്നുണ്ട്, അതുവഴി ആ വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ടോ. മേളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് താഴോട്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ മേളിൽ നിന്ന് കണ്ട എന്താ പറയുക പാടത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. നെൽകൃഷി ചെയ്തിരിക്കുന്ന പാടത്തിൻ്റെ അടുത്തൊക്കെ എത്തിയായിരുന്നു. അയ്യോ, ഞങ്ങൾ ഏകദേശം ഇതേപോലത്തെ മല മൊത്തം കയറി കഴിഞ്ഞ് വന്ന്. മല മൊത്തം കയറിയല്ല, ഇറങ്ങിയാ വന്ന്. മഴ കൂടി ആയതുകൊണ്ടാ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സൈഡ് മൊത്തം നെൽപ്പാടമാണ് കേട്ടോ. 2 സൈഡ് നെൽപ്പാടമാണ്. നെല്ലിൻ്റെ തൈയൊക്കെ ഇങ്ങനെ പൊടിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് തട്ടായിട്ടാണ് മൊത്തം ഒരു വളർത്തി വിട്ടിരിക്കുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ സാധാ പാടത്തിൽ ഒറ്റ ലെവലിലാണ് ഇവർ നെല്ലൊക്കെ നട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓരോ തട്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ട്രിപ്പ് വരുന്ന എല്ലാ ടീംസിൻ്റെ കൂടെ ഓരോ ഗൈഡ് ഉണ്ടാകും കേട്ടോ, അത് മസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഗൈഡ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ടീമിൻ്റെ കൂടെ ആണെങ്കിലും ഓരോ ഗൈഡ് മസ്റ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 താഴ്വരകൾക്കിടയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നടുവിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടി. വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരണം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ, വാട്ടർഫാൾസിലോട്ട്. ഹലോ, ഹൗ ആർ യു? കണ്ടോ, അത് പൈപ്പാണ്ടോ, അതൊരു വെള്ളം പോകുന്നുണ്ടോ മേളിൽ നിന്ന് അവരിങ്ങോട്ട് എടുത്തിരിക്കുന്നത് പൈപ്പ് ലൈനാണ്. ഒത്തിരി പൈപ്പ് ലൈൻ എടുത്തിട്ടുണ്ടോ. ഏതൊക്കെ പാറക്കെട്ടുകൾ വഴിയൊക്കെ എടുത്ത് വീണ്ടും പോവുകയാണുണ്ടോ. ഇതുവഴി വരുന്ന പൈപ്പാണ്ടോ, വെള്ളം പോകുന്ന പൈപ്പാണ്. ഇത് മുകളിലത്തെ വാട്ടർഫോൾസിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ്. ഇവിടെ കൂടി നടന്നു പോകുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാട് കേട്ടോ. ഫുള്ള് പാറക്കെട്ടുകൾ, അതിൻ്റെ ഇടയിൽ കൂടി തന്നെ പോകണം നമ്മൾ. സ്റ്റെപ്പ് പോലെയാണ് ഈ പാറക്കെട്ടുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. പക്ഷേ റെയിൻ ഉണ്ടെങ്കിലും എന്താ പറയുക, വെള്ളം കുറവാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് പ്രവേശിക്കാൻ പോലും പറ്റത്തില്ല. ഇത് കാട്ടുതീയൊക്കെ പിടിച്ചിട്ട് ഫുള്ള് കത്തി നശിച്ചിരിക്കുക. ഞങ്ങൾ പറഞ്ഞ വഴിക്കൊരു നദിക്ക് കുറുകായിട്ടൊരു പാലമൊക്കെ അവർ പണിതിരിക്കുകയാണ്. ഇതാണ് വാട്ടർഫോൾസ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇത്രയും ദൂരം നടന്ന് ഏകദേശം 2 കിലോമീറ്റർ നടന്ന് വാട്ടർഫോൾസിനടുത്ത് എത്തി കേട്ടോ. ചെറിയൊരു വാട്ടർഫോൾസാണ് കണ്ടിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് വെള്ളത്തിൽ ചാടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തലയിടിക്കുന്നു, പാറക്കെട്ടുകളാണ് മൊത്തം ഉള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാറക്കെട്ടുകളൊക്കെ കടന്നു വേണം വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോകാൻ. ഫുള്ള് പാറകളാണ് കേട്ടോ. ഇവിടെ പാറയുടെ അടിയിൽ നമുക്ക് ലഗേജൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് വാട്ടർഫോൾസ്. കണ്ടോ, ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു നീലമയം ഉണ്ട്. ചെറിയ വെള്ളത്തിൽ ചെറിയൊരു നീലമയം ഉണ്ട് കേട്ടോ. മനോരഥനൊക്കെ ഇറങ്ങി. ഓക്കെ, കാലിലെന്തൊക്കെ കുത്തുന്നു, കല്ലൊക്കെ കുത്തണമെന്ന്. ഫുള്ള് പാറയാ കേട്ടോ. കണ്ടോ, ഫുള്ള് പാറയാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെ.
ഡീപ്പുണ്ട്. കാല് തറയിൽ വെക്കാൻ പറ്റുന്നില്ല, വഴുതുന്നു കല്ല് ഫുള്ള് അല്ല ഫുള്ള് കല്ല്. ഇല്ല തണുപ്പാ വേണ്ടോ. കൊള്ളാം, നല്ല തണുപ്പാ കേട്ടോ. ഞാനിനി ഒന്ന് മുങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയാണ്. ബാക്കി എല്ലാം ഫിലിപ്പീനോസാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് വാട്ടർഫോളിൽ കിടന്ന് എൻജോയ് ചെയ്യാണ് കേട്ടോ. എന്നാ തണുപ്പാന്നറിയോ കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പ് കേട്ടോ. അതായി ഇറങ്ങാൻ തന്നെ പാട്, തണുത്ത് വിറച്ചിട്ട് ഇറങ്ങുന്ന പോലെ. ഭയങ്കര തണുപ്പാ കേട്ടോ. Yeah, you go there and come. Oh. Welcome to the Philippines. Where do you come Hello. from? India. Yeah. Mali pala. Are you here for India. vacation? No. I was a student here. Where? Perpetual. Manila. Manila. Oh. Where are you here? Where are you here? Here. Swimming? Yeah, I don't know how to swim. Where from here? All of you are students? No. No. They both are working. Now I got graduated. Working where? India. They are working in India. So you're Yeah. here for vacation? Oh. How do you like the Philippines? Good. Nice. Very nice. Very nice. Very nice. Cool. Yeah, it's very Somewhat hot. cold here. Yeah. Very hot. Manila is hot. Manila is very hot. Very hot. Yeah. India very hot. Yeah. India. May month is very hot. April May month is very hot there. in India. India. Yeah. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം മൊത്തം ഐസ് വാട്ടർ പോലെ ഇരിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുളിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക രസം തന്നെ കേട്ടോ. നമ്മൾ അവിടത്തെ അതേ പരിപാടി കേട്ടോ. വെള്ളം കോരുമ്പോ കണ്ടോ, മാർബിൾ കല്ല് പോലത്തെ കല്ലുകളല്ല. Okay. Ready? 1, 2, 3. Ready? 1, 2, 3. Okay. കൊറേ വെള്ളം കുടിച്ചു കേട്ടോ ഞങ്ങള്. എന്തായാലും അടിപൊളിയാ. കൈയൊക്കെ നല്ലോണം വിറക്കുക കേട്ടോ. നല്ല തണുപ്പാ. ഇനി ഒരു 10 മിനിറ്റ് കൂടി തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. അതും പറ്റുമെന്ന് തന്നെ ഡൗട്ടാണ്. സ്വിമ്മിങ് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്നത് കേട്ടോ. അങ്ങോട്ടായി കഴിഞ്ഞാൽ നല്ല ബ്ലൂ വാട്ടറാണ്. കുറച്ച് ഇത്രയും ദൂരം നിൽക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് നിലയ്ക്കത്തുള്ളൂ. അവൻ എൻ്റെ കല്ലവിടെ ഈ കല്ലെടുത്ത് വെച്ചിട്ടേ എൻ്റെ ദേഹത്തിട്ട് ഉരക്കുക, ചകിരി ഉരയ്ക്കും പോലെ. ഓക്കെ നമ്മള് ആറ്റിൽ കല്ലെറിയത്തില്ലേ, അതുപോലെ മനു എറിയാൻ പോകണ്ട.
പോയില്ല കേട്ടോ, അത് കല്ല് താന്നു പോയി. ഇനി അതാ വീണ്ടും കല്ലെടുക്കാൻ വേണ്ടി മുങ്ങി. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ തണുത്തിട്ട്, അതാണ് ഈ ഷേക്ക് ആവുന്നത്. ഓക്കെ വരുന്നുള്ളൂ. ആ അതാ 3 to 4 times അത് പോയുള്ളൂ. ഓക്കെ. ഞങ്ങളങ്ങനെ ഇനി തിരിച്ചു കയറാൻ പോകട്ടോ. കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. വാട്ടർഫോൾസിൽ നിന്ന് എല്ലാവരും കയറി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുളിയൊക്കെ? തണുത്ത് പണ്ടാരം തുടങ്ങി കേട്ടോ. കേട്ടോ എല്ലാവരും നിന്ന് വിറയ്ക്കുക. വാട്ടർഫോൾസിൽ നിന്നൊക്കെ കയറി കേട്ടോ. കയറി വീണ്ടും നമ്മളത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. തിരിച്ചിന് വന്നതുപോലെ തന്നെ പോകണം, അറ്റം വരെ കയറണം. പക്ഷെ എല്ലാവരും വന്നപ്പോൾ എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു. ഇപ്പം മേക്കപ്പ് ഒക്കെ പോയി കേട്ടോ. ഇട്ടുകൊണ്ട് വന്ന തുണി വരെ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി ഇവിടെ 360 പെസ് തോണം കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ് കേട്ടോ. ആ തണുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ വെള്ളത്തിലുള്ള നല്ല തണുപ്പുള്ള കേട്ടോ. കണ്ടോ? യാ ജംഗിൾ റൈഡിങ് ആണ് കേട്ടോ. ഞങ്ങൾ വന്ന വഴി തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കണ്ടോ. കമ്പൊക്കെ ഉണ്ട്. കമ്പൊക്കെ വെച്ച് നമ്മളിങ്ങനെ കുത്തി 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 ഇങ്ങനെ നടക്കണം. എല്ലാ രക്ഷയില്ല. വ്യൂ ഉണ്ടോ? ഇതുവരെയൊക്കെ വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ വെള്ളം കൂടുതലുണ്ടോ എന്ന് നോക്കട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത്. വെള്ളം കൂടുതൽ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് മഴ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ വേറെ അവിടെ നിന്ന് വേറെ ടീംസൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിനി കയറി വന്നപ്പോഴത്തേക്കും വേറെ അടുത്ത ടീംസ് ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും സത്യം ഫുള്ള് ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്ന ഓരോ ടീംസായിട്ട് ഇങ്ങനെ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീംസിൻ്റെ കൂടെയും മിക്കവാറും ഒരു 5 to 7 മെമ്പേഴ്സ് എല്ലാ ടീംസിലുണ്ട് കേട്ടോ. ഞങ്ങൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാനൊന്നും എടുത്തില്ല, പകരം ഞങ്ങൾ എങ്ങനെയാണോ വന്നത് അതേപടി തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ, ചെറിയ ചെറിയ കുടിലുകളാണ്. പക്ഷേ ഉണ്ടോ, ഇവരൊക്കെ എങ്ങനെയുണ്ടോ ഡെയിലി ഇത്രയും ദൂരമൊക്കെ ഇതേപോലെ നടന്നായിരിക്കും അവർ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. എന്തോ ചെറിയ ചെറിയ കുടിലുകളാണ്. നമ്മുടെ അടുത്ത കോളനി പോലെയൊക്കെ കേട്ടോ ഇത്. കോളനി പിന്നെയുണ്ടല്ലേ? അതെ, ഒരു സൈക്കിൾ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല, ആ രീതിക്ക് അവിടെ ഈ വഴികളൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്? ഞങ്ങൾ ഇത്രയും ദൂരം നടന്നിട്ട് ഇനി എത്തിയില്ല. തീയൊക്കെ കത്തിക്കുന്ന വേണ്ടി വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അവർ. ചെറിയ കുടിലുകളല്ല, ഒരു ചെറിയൊരു സ്റ്റേഷനറി ഒക്കെ കടയുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കൃഷി സ്ഥലം കൂടിയാണ് കേട്ടോ. അതിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ ഈ കൂടുതലും യാത്ര ചെയ്യുന്നത്, അല്ല വേറെ ഒരു സ്ഥലമല്ല. നമ്മൾ ചെറിയ ഇടവഴികളിലൂടെയുള്ള യാത്രയാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ട് ഏകദേശം 5 മണിയായി. ഇപ്പോൾ മഞ്ഞിറങ്ങുന്നുണ്ടോ? എന്ത് രസമല്ലേ, നല്ല അടിപൊളി കോട ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടോ. ഈ പാടത്തിൻ്റെയൊക്കെ നടുക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രകൃതി ദൃശ്യം തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ ഇത്.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. See you.